നമ്മുടെ ജീവിതത്തിൽ നാം പവിത്രമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന മതപരമായ നമ്മുടെ മതവിശ്വാസവും കർമ്മവും, അതിൽ ഒട്ടേറെ ദുരന്തങ്ങൾ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചാൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട് എന്നതുകൂടി നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, ഒന്നാമതായി റഹ്മാനായ റബ്ബുമായുള്ള ബന്ധം അള്ളാഹു അവസാനിപ്പിക്കും. അള്ളാഹു നമ്മോടുള്ള ബന്ധമുണ്ട്. ആ ബന്ധം അള്ളാഹു അവസാനിപ്പിക്കുന്ന ഒരു വിഷയമായിക്കൊണ്ടാണ് ഇക്കാര്യത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇന്ന അർ റഹീം, തീർച്ചയായും കുടുംബ ബന്ധം എന്ന് പറയുന്നത് സുജിനത്തുൻ, അത് മിനർ റഹ്മാനി, പരമകാരുണ്യകരുമായിട്ടുള്ള വേരുകളാണ് അർ റഹീം എന്ന് പറയുന്നത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. ഫഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ബന്ധത്തോട് പറയും, മൻ വസലക്കി വസൽതഹു വമൻ ഖതഅക്കി ഖതഅതഹു. നിന്നെ ആരാണോ ബന്ധം പുലർത്തിയത് അവനോട് ഞാൻ ബന്ധം പുലർത്തും. നിന്നെ ആരാണോ മുറിച്ചു കളഞ്ഞത് അവനോട് എന്റെ ബന്ധവും ഞാൻ അവസാനിപ്പിക്കുമെന്ന് കുടുംബ ബന്ധത്തോട് അള്ളാഹു പറയുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത് സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബിന്റെ പരമകാരുണ്യത്തിലാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ആ കാരുണ്യം തന്നെ അള്ളാഹു നമുക്ക് നൽകാതെ ബ്ലോക്ക് ചെയ്യും. ഇന്ന റഹ്മത്ത്, തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹി ഖാതിഉ റഹ്മിൻ, ഒരു സമുദായത്തിലേക്ക്, ഒരു കുടുംബത്തിലേക്ക്, ഒരു തറവാട്ടിലേക്ക് എന്നൊക്കെ പറയാലോ, അതാണ് ഖൗം, ഒരു ജനതയിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല. ഫീഹിം ഖാതിഉ റഹ്മിൻ, അവരുടെ കൂട്ടത്തിൽ ഒരു ബന്ധം വിച്ഛേദിച്ചവനുണ്ടെങ്കിൽ. അത്ര ഗൗരവത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മൂന്നാമതായി, നമ്മുടെ ജീവിതത്തിന്റെ ഏക അത്താണി പ്രാർത്ഥനയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അസ്തമിച്ചു പോകുന്ന എത്ര നിമിഷങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. ഒരു ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അത്താണി നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതങ്ങൾ എത്രയാണ് നമ്മൾ കണ്ടത്, അല്ലെ? എല്ലാം അങ്ങനെയാണ്. നമ്മുടെ ആകെയുള്ള ആശ്രയം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്താൻ, ജീവിതത്തിൽ പാപവും അതോടൊപ്പം കുടുംബ ബന്ധവും മുറിക്കുന്ന ഒരു മനുഷ്യനാണ് എങ്കിൽ അവന്റെ പ്രാർത്ഥനയിൽ ഒന്നിനും അള്ളാഹു ഉത്തരം നൽകുകയില്ല എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുക എന്നതാണല്ലോ ജീവിതത്തിന്റെ ലക്ഷ്യം. റഹ്മാനായ റബ്ബ് കാരുണ്യത്തോടു കൂടി നമ്മെ നോക്കാം. അവൻ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാം. നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് സഹായിയായി മാറാം. നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മോടൊപ്പം റഹ്മാനായ റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്ത് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുക. ഇതൊക്കെയല്ലേ ഈ ദുനിയാവിൽ അല്പകാലം ജീവിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്താം, ഫൽ അസൈതും ഇൻ തവല്ലൈതും, എന്നാൽ നിങ്ങൾ കൈകാര്യകർത്തൃത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ആളുകളെ കുറിച്ച് അല്ലാഹു പറയാം, അൻ തുഫ്സിദു ഫിൽ അർളി വതുഖത്തിഉ അർഹാമക്കും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ വെട്ടിമുറിക്കുകയും ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവരാണോ നിങ്ങൾ? ചിക്കനല്ല, നാട്ടിൽ തന്നെ ഒരു ഉപകാരമില്ലാത്തൊരു മനുഷ്യനായി മാറാം. അതിനേക്കാൾ അപ്പുറത്ത് സ്വന്തം കുടുംബത്തിൽ തന്നെ ഒരു മുറിച്ചു കളയുന്നവനായി, ആർക്കും ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കാത്തവനായി അവൻ മാറുകയും ചെയ്താൽ റഹ്മാനായ റബ്ബ് പറയാം, ഉലൈകൽ ലദീന ലഅനഹുമുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടരെയാണ് അല്ലാഹു ശപിച്ചിട്ടുള്ളത്. അള്ളാന്റെ ശാപം മാത്രല്ല, ഈ ദുനിയാവിൽ അവർക്ക് അള്ളാഹ് കൊടുക്കണേ ശിക്ഷ എന്താണെന്ന്, ഫഅസമ്മഹും, അവർക്ക് ബധിരത നൽകുന്ന, ഒന്നും കേൾക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ഒരു നന്മയും, ഈ ഒരു തെറ്റിന്റെ പേരിൽ, ഈ ഒരു വൈരാഗ്യത്തിന്റെ പേരിൽ എത്ര നന്മ പറഞ്ഞാലും വൈരാഗ്യം ഛർദ്ദിക്കപ്പെടും, വൈരാഗ്യം പുറത്തേക്ക് വരും. അള്ളാഹ് പറയാം, നന്മ കേൾക്കാനുള്ള കേൾവി ശക്തി ഫഅസമ്മഹും, അവർക്ക് ബധിരത ബാധിക്കുകയും, അവരുടെ കണ്ണുകൾക്ക് അന്ധത വരുത്തുകയും ചെയ്തിരിക്കുന്നു. കാണൂല, കേൾക്കൂല, ഒരു നന്മയുടെ മുമ്പിൽ സഞ്ചരിക്കാൻ കഴിയാത്ത വിധം അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ബന്ധിച്ചു കളയുമെന്നാണ്. വിശ്വാസികളെ, ജീവിതത്തിൽ ഇഹലോകം പരലോകം നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ്. അഞ്ചാമത്തെ ഒരു കാര്യം തരാം, നമ്മൾ ഈ ദുനിയാവിൽ ചെയ്യുന്ന ഒരു നന്മയും അള്ളാഹു സ്വീകരിക്കില്ല, ഒരു നന്മയും സ്വീകരിക്കുകയില്ല. ഇന്ന അഅമാല ബനി ആദം സന്തതികളുടെ അമലുകൾ തുഅറദു കുല്ല ഖമീസ് ലൈലത്തുൽ ജുമുഅ, എല്ലാ വ്യാഴാഴ്ച രാത്രിയും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കപ്പെടും, അതിൽ സ്വീകരിക്കാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫലാ യഖ്ബലു അമലു ഖാത്തിഉ റഹ്മിൻ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചു കളഞ്ഞവന്റെ ഒരു അമലും
റഹ്മാനായ റബ്ബ് സ്വീകരിക്കുകയില്ല. ഒരാഴ്ച പണിയെടുത്തത് അള്ളാഹ് സ്വീകരിക്കൂല. അങ്ങനെ ജീവിതകാലം മുഴുവൻ കടന്നു പോയാലോ വട്ടപൂജയായിരിക്കും അവന്റെ ജീവിതം. അള്ളാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. ചില അശ്രദ്ധകളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ആറാമതായി അള്ളാഹുവിന്റെ ശിക്ഷ ഇഹലോകത്ത് നിന്ന് പെട്ടെന്ന് ലഭിക്കുന്ന. നോക്കൂ, നിങ്ങൾ റസൂലുള്ള പറയാം, മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജല അല്ലാഹു ലിസാഹിബിഹി അൽ ഉഖൂബ ഫിദ്ദുനിയ മഅ മാ യദ്ഖിറു ലഹു ഫിൽ ആഖിറ മിനൽ ബഗി വഖതിഅത്തു റഹീം. അല്ലാഹുവിന്റെ റസൂൽ പറയാം, പരലോകത്ത് ശിക്ഷ, പരലോകത്തേക്ക് ശിക്ഷ അള്ളാഹു സൂക്ഷിച്ചു വെക്കും. വരട്ടെ, ഇങ്ങോട്ട് വാ, അതല്ലേ നിന്നെ കോടതിക്ക് വാ, നിനക്ക് ഞാൻ തരാം. സൂക്ഷിച്ചു വെക്കും. മാത്രല്ല, ഇഹലോകത്ത് തന്നെ ശിക്ഷ ധൃതിപ്പെട്ട് അള്ളാഹു നൽകുകയും ചെയ്യുന്ന പാപം എന്ന് പറയുന്നത് കുടുംബബന്ധം മുറിക്കലും അക്രമം പ്രവർത്തിക്കലുമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാമത്തെ വിഷയം സഹോദരങ്ങളെ, നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണക്ക് വെച്ചിട്ടുള്ള സിറാത്ത് പാലമുണ്ടല്ലോ അല്ലെ, ഒരു വിശ്വാസിക്ക് കുതിരവേഗത്തിൽ പോകാൻ വേണ്ടി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള, അതിശീഘ്രം കടന്നു പോകാൻ അമൽ സ്വാലിഹാത്തുകളുടെ ദൈർഘ്യമുള്ളവർക്ക് വലിയ സന്തോഷം നൽകുന്ന ആ സിറാത്ത് പാലുണ്ടല്ലോ, അതിന് മുന്നിൽ അതിന്റെ ഇടവും വലവും റഹ്മാനായ റബ്ബ് അവനെ നരകത്തിലേക്ക് വലിച്ചിടാൻ വേണ്ടി യമീനം വശിമാല, അവൻ ആ പാലത്തിന് ഇടത്തും വലത്തും നിൽക്കും. എന്താണ്? വതുർസലുൽ അമാന വറഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തും അതോപോലെ തന്നെ കുടുംബ ബന്ധവും ഫതഖൂമാനി, അവർ രണ്ടിനെയും അല്ലാഹു നിൽക്കുക തന്നെ ചെയ്യും, നിർത്തുക തന്നെ ചെയ്യും. സിറാത്ത് പാലത്തിന്റെ ഇടവും വലവും. എന്തിനാ? അവനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ വലിച്ചു നരകത്തിലാണ് വലിച്ചു. അവന്റെ കുടുംബ ബന്ധങ്ങൾ അവൻ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ആ കുടുംബ ബന്ധം അവനെ നരകത്തിലേക്ക് വലിച്ചെറിയും. ആ സിറാത്ത് പാലത്ത് സ്വർഗത്ത് പോകാൻ അമലുണ്ടായിരുന്നവന്, പക്ഷേ ഇത് രണ്ടും സൂക്ഷിക്കാത്തതിന്റെ പേരിലാണ് കടന്നു പോയത്. സഹോദരങ്ങളെ, എട്ടാമത്തെ കാര്യം എന്താ? സ്വർഗത്തിൽ തന്നെ പ്രവേശിക്കൂല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാത്തിഉൻ, ബന്ധങ്ങൾ മുറിച്ചു കളയുന്ന ഒരാളും സ്വർഗത്തിൽ പ്രവേശിക്കുകയേ ഇല്ല. 8 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഇനിയുണ്ട്. ഇത് കേൾക്കുമ്പോ ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മുടെയൊക്കെ നിലപാടിൽ മാറ്റമില്ലാതെ നമ്മൾ പോകുന്നുണ്ടെങ്കിൽ, അതിനൊക്കെ ചില ന്യായങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കൂടി അറിയണം. എന്താ മനസ്സിലാണ് ചിന്ത എന്നറിയില്ല. എന്താ മനസ്സിലുണ്ടാകുക? എന്നെ അവർ അകറ്റിയതല്ലേ, പിന്നെ ഞാൻ എന്തിനു ചേർക്കണം അല്ലെ? എളാപ്പാനോടും മൂത്താപ്പാനോടും കുടുംബത്തോടും നാട്ടുകാരോടും സുഹൃത്തുക്കളോടൊക്കെ ഉണ്ടല്ലോ ബന്ധങ്ങൾ. അതിൽ രക്തബന്ധമുള്ള ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധങ്ങൾ, മാതാപിതാക്കളൊത്ത കുടുംബങ്ങൾ, ഇതല്ലേ നമ്മളെ ബന്ധു എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഈ ബന്ധങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നമ്മൾ വിട്ടു നിൽക്കുന്നുണ്ടാവും. അത് ശൈത്താൻ അങ്ങനെയാണ്, ഒന്നും നേരാകാൻ അയക്കില്ല. എന്തിനറിയോ എന്റെ ഉദ്ദേശം? ഇവൻ ഈ നന്മോണ്ടൽ സ്വർഗത്തേക്ക് പോകരുതെന്നെ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കറ വെച്ചുകൊണ്ട് പല ബന്ധങ്ങളെയും അവൻ പല ന്യായങ്ങളും പറഞ്ഞ് അകറ്റുന്നു. എന്നാ സഹോദരങ്ങളെ, ഇങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും അവര് എന്നെ ഇതെല്ലാം തന്റെ ജീവിതത്തിൽ എന്നെ അകറ്റിയത് കൊണ്ടല്ലേ ഞാൻ എന്തിനു ചേർക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, അബൂ ദർ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ 7 ഉപദേശങ്ങളുണ്ട്. നമ്മൾ പഠിക്കേണ്ട ഉപദേശം. അതിലെ ഔസാനിയ ഖലീലി എന്ന് പറഞ്ഞിട്ടാണ് അബൂ ദർ റളിയല്ലാഹു അൻഹു ഹദീസ് പറയുന്നത്. എന്റെ പ്രിയ കൂട്ടുകാരൻ എന്നെ 7 എണ്ണം ഉപദേശിച്ചു. അതിൽ ഒന്നെന്താണെന്നറിയുന്നത്? വഅൻ അസിലുർ റഹിം വഇൻ അദ്ബർത, കുടുംബക്കാർ എന്നെ അകറ്റിയാലും ഞാൻ അവരോട് കുടുംബബന്ധം ചേർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആൾക്കാരും കുടുംബക്കാരും ഒക്കെ എതിരാക്കി നമ്മളെ തീരെ ഇഷ്ടമില്ല. അതിനനുസരിച്ച് അവർ നമ്മെ വെറുക്കുന്നുണ്ടാവും, അകറ്റുന്നുണ്ടാവും, പല നിലക്ക് നമ്മെ പരിഹസിക്കുന്നുണ്ടാവും. പക്ഷേ അള്ളാഹിന്റെ റസൂല് അബൂ ദർ റളിയല്ലാഹു അൻഹു പറയാം, നിന്നെ എത്ര തന്നെ കുടുംബക്കാർ അകറ്റിയാലും അവരോട് ബന്ധം ചേർക്കുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ന്യായം മനസ്സിലുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി. പലപ്പോഴും നമ്മുടെ മനസ്സിൽ വേറൊന്നെന്താ അറിയും, ഞാൻ ബന്ധം ചേർക്കുന്നുണ്ടല്ലോ, ഇങ്ങോട്ട് ബന്ധം കാണിക്കാത്തവരോട് ഞാൻ എന്തിനാ അങ്ങോട്ട് ബന്ധം കാണിക്കണം അല്ലെ? ഞാൻ എത്ര ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ എത്ര അടുത്താലും അവരെന്നോട് അടുക്കുന്നില്ലല്ലോ, ഇവരോട് ഞാൻ എന്തിനാണ് ബന്ധം കാത്തു സൂക്ഷിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ന്യായം പറയാറുണ്ട്. എന്നിട്ട് ഇങ്ങനെ അകന്നു. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് കേട്ടില്ലേ, ലൈസൽ വാസിലു ബിൽ മുകാഫി, ഇങ്ങോട്ട് ചെയ്ത ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുന്നവനല്ല കുടുംബ ബന്ധം പുലർത്തുന്നവൻ. ശരിക്കും കേൾക്കണം കേട്ടോ. ഇങ്ങോട്ട് നല്ല ബന്ധവും സൗഹൃദവും കല്യാണത്തിന് ക്ഷണിക്കലും നമ്മൾ പോകുമ്പോൾ കട്ടൻ ചായ ഒക്കെ ഉണ്ട് എങ്കിൽ ആ ബന്ധം ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകാം. ഇതാണ് കുടുംബ ബന്ധം ചേർക്കൽ.
ഇസ്ലാമിൽ അതാണ് പഠിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ നിന്ന് പഠിച്ചത്, നമ്മുടെ നാട്ടിലെ കുടുംബ ബന്ധത ശ്രദ്ധിച്ചു കേട്ടോളിട്ടോ. വലക്കിൽ മറിച്ച് അൽ വാസിലു അല്ലദീ ഇദാ ഖതഅത റഹ്മഹു വസ്ലഹ, മുറിഞ്ഞു പോയ ബന്ധം പുനഃസ്ഥാപിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ കുടുംബ ബന്ധം ചേർക്കുന്നവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. വിശ്വാസികളെ, ജീവിതത്തിൽ ന്യായങ്ങളും നമുക്ക് നമ്മുടേതായ കുറെ വാശികളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ വാശികളൊക്കെ മണ്ണിട്ട് മൂടുന്ന ഒരു നിമിഷമുണ്ട്. അന്ന് ചിലപ്പോ നമ്മൾ വാശി പിടിച്ചോലൊക്കെ ഖബറിന്റെ അടുത്തോ നമ്മുടെ മയ്യത്തിന്റെ അടുത്തോ വന്ന് പോയിട്ടുണ്ടാകും. പക്ഷേ അവരോട് ഒരു അക്ഷരം മിണ്ടാൻ നമുക്ക് പറ്റില്ല. അവരെ കൈയൊന്ന് പിടിച്ച് കണ്ണീരൊന്ന് പൊഴിക്കാൻ നമുക്ക് പറ്റൂല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഈ നഷ്ടങ്ങളൊക്കെ നിന്റെ മുന്നിൽ വരുന്നത് നീ സൂക്ഷിച്ചോ. എന്തൊക്കെ ന്യായം പറഞ്ഞിട്ടാണെങ്കിലും നീ ബന്ധങ്ങളെ പവിത്രമായി കണ്ടോ എന്ന് അള്ളാഹു റസൂൽ പഠിപ്പിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മൾ മുനാഫിഖിൽ നിന്ന് മുഅ്മിനായി മുഖ്ലിസായി ഏറ്റവും നല്ല ഈമാനും തിളക്കമുള്ള വെളിച്ചത്തിലൂടെ നടക്കുന്ന യഥാർത്ഥ വിശ്വാസികളുമായി മാറുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പവിത്രമായ ബന്ധത്തെക്കുറിച്ച്, കുടുംബ ബന്ധത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മൂന്നാമത്, പലപ്പോഴും നമ്മൾ നടത്തുന്ന ചില ന്യായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെടുമ്പോഴെല്ലാം അവരിങ്ങോട്ട് മോശമായി പെരുമാറുന്നു. ചിലപ്പോൾ ആദർശത്തിന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ ഒരു വിവാഹത്തിന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ ഒരു സ്വത്ത് ഓഹരിക്കുന്നതിന്റെ പേരിലായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും തർക്കത്തിന്റെ പേരിലായിരിക്കും. എപ്പോഴും നമ്മളോട് അവർ മോശമായി പെരുമാറുന്നു. അപ്പൊ നമ്മൾ മനസ്സിൽ കാണിച്ചത് എന്താ? പിന്നെ എന്തിനാ ഞാൻ അവരെ പിന്നാലെ പോണേ? ഞാൻ എന്തിനാ അവരെ പിന്നാലെ ഇങ്ങനെ പോണേ? അല്ലെ? ആ ചിന്ത ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഈ ഹദീസ് അബീ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാ, അന്ന റജുലൻ, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്നു. ഖാല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന ലീ ഖറാബത്തുൻ അസ്ലുഹും വയഖ്തഊനി. റസൂലേ, എനിക്ക് ചില കുടുംബ ബന്ധങ്ങളുണ്ട്, ഞാൻ അവരോട് ബന്ധം ചേർക്കുന്നു, പക്ഷേ വയഖ്തഊനി, പക്ഷെ അവരത് മുറിച്ചു കളയുന്നു. ഞാൻ എത്ര ശ്രമിച്ചാലും അവരത് മുറിച്ചു കളഞ്ഞുകൊണ്ടേയിരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വഅഹ്സിനു ഇലൈഹിം വയുസീഊന ഇലയ്യ, ഞാൻ അവർക്ക് നന്മ ചെയ്യും, നല്ല നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കും, പക്ഷേ അവർ എന്നോട് ഏറ്റവും മോശമായി കൊണ്ടാണ് റസൂലേ അവർ പെരുമാറാറുള്ളത്. ഒന്നുകൂടി അദ്ദേഹം പറഞ്ഞു, വഅഹ്ലമു അൻഹും, ഞാൻ അവർക്ക് വേണ്ടി ക്ഷമയോടുകൂടി ജീവിക്കും, വയജ്ഹലൂന അലയ്യ, അവർ എന്നോട് അവിവേകവും അക്രമവും കാണിക്കും. ഇത് ആ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ, റസൂലേ, ഈ ബന്ധത്തെ ഞാൻ എങ്ങനെയാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? അതല്ലേ ചോദ്യം, എങ്ങനെ ഞാൻ ജീവിക്കണം? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഇൻ കുൻത കമാ ഖുൽത, ഈ പറഞ്ഞതൊക്കെ നിന്റെ ജീവിതത്തിൽ ശരിയാവണ്ണം സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഫകഅന്നമാ തുസിഖുഹുൽ അൽമൽ, നീ അവരെ ചൂടുള്ള വെണ്ണീർ തീറ്റിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർ അത്രമാത്രം പ്രയാസപ്പെടുത്തുകയാണ് നീ ചെയ്യുന്നത്. നീയല്ല പ്രയാസപ്പെടുന്നത്, അവരാണ്. വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം മാ ദുംതു അലാ ദാലിക, ഈ നിലയിൽ തന്നെ നീ കാര്യങ്ങൾ കൈക്കൊള്ളുമ്പോഴെല്ലാം അള്ളാഹുവിൽ നിന്നുള്ളൊരു സഹായി നിന്നോടൊപ്പം ഉണ്ടാകും. നോക്കൂ നിങ്ങൾ, അള്ളാഹിന്റെ റസൂൽ ഇതിലും വലിയ ഉപദേശം നൽകാനല്ല. ആ മനുഷ്യന്റെ ചോദ്യം എത്ര വ്യക്തമാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂലിന്റെ മറുപടി എന്താ? അങ്ങനെ നിന്നെ അവഹേളിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, ഒരു കുടുംബത്തിൽ ഒരാളുണ്ടെങ്കിൽ, ഒരു മനുഷ്യനുണ്ടെങ്കിൽ, നീ അയാളോട് നന്നായി തന്നെ പെരുമാറുക, ക്ഷമയോടുകൂടി തന്നെ മുന്നോട്ട് പോവുക. യഥാർത്ഥത്തിൽ ചൂടുള്ള വെണ്ണീറാണ് നീ ഓരോ സെക്കൻഡിലും അവരെ കൊണ്ട് തീറ്റിക്കുന്നത്. നരകമാണ്. മാത്രല്ല, അങ്ങനെ നീ ക്ഷമിച്ചും സഹിച്ചും ദുനിയാവിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ലഹീർ, നിനക്കൊരു കാവൽ, നിന്റെ കാര്യത്തിൽ ഒരു സഹായിയായി അള്ളാഹ് ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. അള്ളാഹ് ഒരു വാക്ക് പറഞ്ഞ തെറ്റു സഹോദരങ്ങളെ, എന്തിനാ നമ്മൾ വാശിക്കുന്നത്? അവസാനത്തിൽ അടവ് കൂടി ഉണ്ട് നമ്മുടെ അടുത്ത്. അതെന്താ അറിയോ? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ ഇവരെ മുമ്പിൽ ഇങ്ങനെ താഴ്ന്നത്? അല്ലെ? കുടുംബത്തിന് മുമ്പ് പോയിട്ട്, നാട്ടുകാരെ മുമ്പിൽ, സുഹൃത്തുക്കൾ, നമ്മുടെ ബന്ധുക്കളെ മുമ്പ് പോയിട്ട് ഞാൻ എന്തിനെങ്ങനെ താഴ്ന്നത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശ്വാസികളെ, ഇതിലും വലിയ സന്തോഷ വർത്തമാനമല്ല, മാ നഖസത് സദഖത്തുൻ മിൻ മാലി, ഒരാൾ ദാനം ചെയ്തിട്ട് അയാളെ ധനത്തിനൊരു കുറവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അള്ളാഹ് ഇരട്ടി കൊടുക്കും, ഇഖ്ലാസോട് കൂടി കൊടുത്തൊരു മനുഷ്യൻ.
ഒരു മനുഷ്യനോട് ഒരു വിട്ടുവീഴ്ച ചെയ്തു, പ്രതിക്രിയ ചെയ്യാൻ, പകരം ചെയ്യാൻ നല്ല അവസരം ഉണ്ടായിട്ട് അത് ചെയ്യാതെ അയാൾ അഫു ചെയ്തു എങ്കിൽ ഇല്ല ഇസ്സ, അയാൾക്ക് ഇസ്സത്ത് പ്രതാപമല്ലാതെ അള്ളാഹു വർദ്ധിപ്പിച്ചിട്ടില്ല. വമാ തവാദഅ അഹദുല്ലാഹ്, ഒരാള് വിനയം കാണിച്ചുവെങ്കിൽ ഇല്ല റഫഅഹുല്ലാഹ്, അള്ളാഹു അവന് ദറജ ഏറ്റി കൊടുക്കുകയല്ലാതെ ചെയ്തിട്ടില്ല. അല്ലെ, ഒരു തവാദു, ഒരു വിനയം, എന്തോ പറഞ്ഞോട്ടെ എങ്കിലും എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനുജൻ, എന്റെ എളാപ്പ മൂത്താപ്പ മക്കൾ, ഞങ്ങൾ വലിയൊരു കാര്യത്തിൽ വാപ്പയായിട്ട് തെറ്റി, ഉമ്മയായിട്ട് തെറ്റി, ഇതൊക്കെയല്ലേ വിഷയം. അള്ളാന്റെ റസൂൽ പറയാം, തവാദു ഉണ്ടോ അവിടെ റഹ്മാനായ റബ്ബ് നിങ്ങളെ ദറജ ഉയർത്തുമെന്നാണ്. ഇതൊക്കെ കേൾക്കുമ്പോഴും സഹോദരങ്ങളെ ബന്ധം ചേർക്കണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പൊ ഒരു പ്രതിസന്ധി വരാനുണ്ട്. ഞാൻ എങ്ങനെ കയറി ചൊല്ലും, എങ്ങനെ ഇത് സംസാരിക്കുന്നില്ല, അതിന് നമുക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താ ഡ്യൂട്ടി അറിയും? അതാണ് ഇസ്ലാമിലെ സാഹോദര്യം എന്ന് പറയുന്നത്. എനിക്കൊരു പ്രശ്നമുണ്ട്, എന്റെ കുടുംബത്തിൽ ഇടപെടാൻ വിഷയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയണം. പരസ്പരം ഏറ്റവും ഉറ്റമിത്രങ്ങളോട്, ഇതിൽ സഹായിക്കാൻ പറ്റുന്നവരോട് എനിക്ക് ഈ ബന്ധം ഒന്ന് ശരിയാക്കാം, ഈ കാര്യത്തിൽ ഒന്ന് ഇടപെട്ട് തരണം എന്ന് പറയണം. അത് പറയുമ്പോ സഹോദരങ്ങളെ നമുക്കുള്ളൊരു വലിയ ബാധ്യത അള്ളാഹു പഠിപ്പിക്കാം. ആരെങ്കിലും നിങ്ങൾ അതിന് സമീപിച്ചാൽ പറ്റൂല എന്ന് പറയാൻ പറ്റൂല. പരിഹരിക്കാൻ അയാളെ സഹായിക്കുക എന്നുള്ളത് അസ്ലുഹു ഖൈറാ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഖൈറായ കാര്യമാണ്. മനസ്സിലായില്ലേ? അപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി അകന്ന് ജീവിക്കുന്നെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹ് നമ്മളെ ചെയ്തൊന്നും സ്വീകരിക്കൂലാണ്. നമ്മളൊരു പ്രത്യേകത എന്താ പറയുക, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടവരാണ്. അതെന്താ വലിയ കാര്യം? റഹ്മാനായ റബ്ബ് ശിർക്ക് ചെയ്യാത്ത, തൗഹീദുള്ള, പ്രവാചകനെ ശരിയായി വിശ്വസിക്കുന്ന, 14 നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാം എന്തായിരുന്നു അതെന്റെ ജീവിതത്തിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന, എല്ലാ കക്ഷിത്വങ്ങളും മാറ്റിവെച്ച് ഇസ്ലാമിനെ ശരിയായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അല്ലാഹ് എന്ന് വിളിക്കാൻ തൗഫീഖ് കിട്ടിയ ആൾക്കാരാണ്. തീർച്ചയായും പിശാച് നമ്മളെ നരകത്ത് കൊണ്ടുപോകുക ഇങ്ങനത്തെ കുറച്ച് മാനസിക വൈകല്യങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് ഒന്ന് കണ്ണടച്ച് ചിന്തിക്കും, നരകത്തേക്ക് പോണം വല്ലതും കൈമുതലായി നമ്മുടെ കയ്യിലുണ്ടോ? ആ ബന്ധങ്ങളെ കുറിച്ച് ആത്മാർത്ഥമായി ആലോചിക്കുക. ദുശ്ശീലങ്ങളെ കുറിച്ച്, ഒഴിവാക്കപ്പെടേണ്ടുന്ന തിന്മകളെ കുറിച്ച് ആത്മാർത്ഥമായി ചിന്തിക്കുക. കാരണം എന്താ, മരണം പെട്ടെന്ന സഹോദരങ്ങളെ. ഈ പള്ളി വിട്ട് പുറത്തിറങ്ങുന്ന നമ്മിൽ ഒരാൾക്ക് പോലും ഉറപ്പില്ല. അത്രമാത്രം ദുർബലരായ നമ്മൾ എന്തിനാണ് നാളേക്ക് വേണ്ടി ഇത് മാറ്റിവെക്കുന്നത്? മറിച്ച് അടുത്ത സെക്കൻഡിൽ ഒരു ഫോൺ കോൾ കൊണ്ട് തീരുന്ന പ്രശ്നമാണെങ്കിൽ, ഒരു സന്ദർശനം കൊണ്ട് തീരുന്ന പ്രശ്നമാണെങ്കിൽ, ഒരു സുഹൃത്തിനെ കൂട്ടിച്ചെന്ന തീരുന്ന പ്രശ്നമാണെങ്കിൽ അത് പരിഹരിച്ച് പതിറ്റാണ്ടുകൾ പഴക്കമുണ്ടെങ്കിലും അതിനെ മാറ്റിയെടുത്ത് ഇല്ല കേട്ടോ, ദീനിൽ അള്ള പറഞ്ഞ ഈ കൽപ്പനയ്ക്ക് ഞാനിത് കീഴടങ്ങുന്നു എന്ന് റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ കണ്ണുനീർ നിറച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നിടം നമ്മൾ മാറണം. ആ മാറ്റത്തെയാണ് അള്ളാഹു കാത്തിരിക്കുന്നത്. മാറുന്നവനാണ് മുഅ്മിൻ. ആ മാറുന്ന വിശ്വാസിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇബാദത്ത് മാത്രമല്ല, ലക്ഷണങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടത് നമ്മുടെ സ്വഭാവങ്ങളും അതിന്റെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഞാൻ ഉത്തമ്മിമു മക്കാരിമുൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് തന്നെ സൽ സ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ്. ആരാ പൂർത്തിയാക്കേണ്ടത്? റസൂലുള്ളാഹി മാത്രമാണോ? അല്ല, സഹാബത്ത് പൂർത്തിയാക്കിയിട്ടുണ്ട്. അനുചരന്മാരായ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും നമ്മുടെ സൽ സ്വഭാവത്തോടു കൂടി ജീവിക്കുക, ചിട്ടയായി ഇബാദത്തിൽ മുന്നോട്ട് പോവുക. എങ്കിൽ മരണം സുന്ദരമായിരിക്കും, സ്വർഗം സമീപസ്ഥമായിരിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നാമുമായി ബന്ധപ്പെട്ട് മനുഷ്യരായി ജീവിക്കുന്ന നമുക്കിടയിലുള്ള എല്ലാ ബന്ധങ്ങളും സുതാര്യമായി ദീനിനു വേണ്ടി പവിത്രമായി കൊണ്ടു നടക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ.